DMKയും NCPയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. BJPയോട് അടുക്കാൻ DMK സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിലുള്ള പാർട്ടിയാണ്. നിർണായകമായ ഭരണഘടനാ ഭേദഗതി ബില്ലുകളിൽ പാർലമെന്റിൽ മെറിറ്റ് നോക്കി തീരുമാനമെടുക്കും എന്നാണ് DMK പറയുന്നത്. അതേസമയം NDA പ്രവേശനം സംബന്ധിച്ച് ശരത് പവാർ NCPയുടെ തീരുമാനവും ഉടൻ ഉണ്ടാകും എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പോൾ NDAക്ക് ഈ പാർലമെന്റ് സെഷനിൽ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാസ്സാക്കാനുള്ള ഭൂരിപക്ഷം 2/3 ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നു എന്നത് സ്ഥിരീകരിക്കാറായി എന്ന് വേണമെങ്കിൽ പറയാം. ആ വാർത്തയിലേക്ക്. താഴെത്തട്ടിൽ കോൺഗ്രസുമായുള്ള ബന്ധം പാടെ ഉപേക്ഷിക്കാൻ DMK കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പിന്മാറിയ DMK തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും സംഘടനയ്ക്ക് കെട്ടുറപ്പ് നൽകാനുള്ള ശ്രമത്തിലാണ്. തങ്ങളെ വഞ്ചിച്ച കോൺഗ്രസിന് ഉചിത സമയത്ത് തിരിച്ചടി നൽകണമെന്ന മുതിർന്ന DMK നേതാക്കൾക്ക് അഭിപ്രായമുണ്ട്. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമാകുന്നതടക്കം പാർട്ടി വിശദമായി ചർച്ച ചെയ്യും. പാർലമെന്റ് സമ്മേളനത്തോടെ കോൺഗ്രസുമായി പൂർണ്ണമായും അകലാനാണ് DMK ലക്ഷ്യം. ബില്ലുകളുടെ മെറിറ്റ് നോക്കി പിന്തുണ നൽകാനാണ് DMKയുടെ നീക്കം. അതേസമയം NCP ശരത് പവാർ വിഭാഗത്തിലാകട്ടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമാകണമെന്ന അഭിപ്രായം ശക്തമാണ്. പാർട്ടി നേതാക്കളിൽ ബഹുഭൂരിപക്ഷവും BJPയുടെ ഒപ്പമുള്ള NCPയിൽ ലയിക്കണമെന്ന അഭിപ്രായക്കാരാണ്. പാർട്ടിയുടെ തീരുമാനം ശരത് പവാർ അറിയിക്കുമെന്നാണ് നേതാക്കൾ നൽകുന്ന വിവരം. ശരത് പവാറിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നറിയുവാൻ ഇനിയും കാത്തിരുന്നേ മതിയാകൂ. പ്രാദേശിക നേതാക്കൾ ഒക്കെ തന്നെ ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പം നിൽക്കുന്ന NCPയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നു എന്നുള്ളതും ശരത് പവാർ നയിക്കുന്ന NCPക്ക് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്കുള്ള പ്രവേശനമാണ് ഇനി ശരത് പവാർ പ്രഖ്യാപിക്കാനുള്ളത്. എന്നാൽ ഇത് എപ്പോൾ നടക്കും എന്നതിൽ ശരത് പവാർ തന്നെയാണ് അന്തിമ തീരുമാനം പ്രഖ്യാപിക്കേണ്ടത്. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ അമൽ വടകരയ്ക്കൊപ്പം ജനം TV വേണ്ടി ആദർശ് TS.